ചൂരൽമലയിൽ 2 ഏക്കർ കൃഷിയിടവും വീടും ടൗണിലെ 5 സെന്റ് സ്ഥലത്ത് 6 കടമുറികളും അണ്ണയ്യന് സ്വന്തമായി ഉണ്ടായിരുന്നു. വാടക ഇനത്തിലും കാപ്പി, അടയ്ക്ക, കുരുമുളക് കൃഷിയിലൂടെയും വരുമാനം. ഒറ്റ രാത്രിയിലാണ് സകലതും ഉരുളെടുത്തത്. നാൽപ്പത് വർഷമായിട്ട് ഞാൻ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തു. അതിൻ്റെ വരുമാനം വീട്ടുകാർ തന്ന ഷെയറിൻ്റെയും കൊണ്ടാണ് ഞാൻ ഈ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആ കൃഷിത്തോട്ടത്തിൽ നല്ലൊരു വരുമാനക്കാരായിരുന്നു ഞാൻ. ഒന്നുകൊണ്ടും പേടിക്കാതെ ജീവിച്ചു പോകാനുള്ള വരുമാനം എനിക്കുണ്ട്. ഈ കാപ്പിക്ക് മാർക്കറ്റ് വില ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ലക്ഷം വരുമാനം വരാൻ കാരണം. ഇപ്പോൾ ഒരു വരുമാനമില്ല. ഈ ഒരു ഓട്ടോൻ്റെ ചെറിയൊരു വരുമാനം കൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്പോൾ ഭാര്യയ്ക്ക് ചെറിയൊരു ഈ വേജസ് വർക്കുണ്ട്. ചെറിയ ശമ്പളം, ഒരു 14,000 രൂപ ശമ്പളമുള്ള വർക്കാണ്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. കൃഷിയല്ലാതെ മറ്റൊരു പണിയും അറിയില്ല. തോട്ടത്തിൽ അടിഞ്ഞ മരങ്ങൾ മാറ്റി കൃഷി തുടങ്ങാനുള്ള അനുമതിക്കായി പലതവണ റവന്യൂ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തന്റെ ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് അണ്ണയ്യൻ പറയുന്നത്. എനിക്ക് ഇതിനോട് യോജിച്ചു പോകാൻ കഴിയുന്നില്ല. എനിക്ക് ഏറ്റവും നല്ല കൃഷിയാണ് വേണം. ഇതിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ചില ദിവസം ചെലവിന് പോലും തികയില്ല. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും സംഘടനകളെ കൊണ്ട് സഹായിച്ചിട്ട് എനിക്കൊരു ആ കൃഷി ഒന്ന് സഹായിച്ചു തരണമെന്നാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. എൻ്റെ കയ്യിൽ ഒന്നും തരില്ല, അവർ ചെയ്തു തന്നാണ്. കൽപ്പറ്റ തുർക്കിയിലെ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഉപജീവനത്തിനായി അണ്ണയ്യന് ഓട്ടോറിക്ഷ ലഭിച്ചത്. കൽപ്പറ്റ നഗരത്തിൽ ഓടാൻ അനുമതി ലഭിച്ചത് ഇന്നലെ. അണ്ണയ്യന് ഇന്ന് ഹാൾട്ടിംഗ് പ്ലേസ് അനുവദിച്ചുകൊണ്ടുള്ള ഡോക്യുമെൻ്റ് ഇന്ന് കൈമാറുകയാണ്. RTOൻ്റെ പെർമിറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ ഹാൾട്ടിംഗ് പ്ലേസ് അനുവദിച്ചത് ഇപ്പോൾ മാത്രമാണ്. കൽപ്പറ്റ നഗരസഭാ പരിധിയിൽ ഓട്ടോറിക്ഷകൾ ധാരാളം എണ്ണം കൂടുതലായതിനാൽ ഇനി പുതിയതായി ഹാൾട്ടിംഗ് പ്ലേസ് അനുവദിക്കേണ്ട എന്നൊരു പൊതുധാരണ യൂണിയൻകാരുമായി ആലോചിച്ച് എടുത്തിരുന്നു. പക്ഷേ ആ തീരുമാനം മാറ്റിവെച്ചുകൊണ്ട് യൂണിയൻകാരുടെ ഒക്കെ അനുമതിയോടുകൂടിയാണ് അണ്ണയ്യന് നമ്മൾ ഹാൾട്ടിംഗ് പ്ലേസ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഓട്ടോറിക്ഷ കിട്ടിയതോടെ സർക്കാരിൽ നിന്നുള്ള ഉപജീവന സഹായവും നിലച്ചു. അതിജീവനത്തിനായി ഇനിയുള്ള നാളുകൾ കൽപ്പറ്റ അയ്യപ്പ ക്ഷേത്ര പരിസരത്ത് ഓട്ടോയുമായി അണ്ണയ്യനുമുണ്ടാകും. ഉരുൾ ദുരന്തം 1-ാം ആണ്ട് തിരിയുമ്പോൾ ജീവൻ മാത്രം തിരിച്ചുകിട്ട അണ്ണയ്യനെ പോലുള്ള ഒട്ടേറെ പേരാണ് നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്നത്. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.